വരുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരം നടന്ന സമയത്തായിരുന്നു ജാൻമണി ദാസിന്റെ പരാമർശമുണ്ടായത്. മാപ്പ് പറഞ്ഞതിന് ശേഷവും തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായ അപമാന ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ജാൻമണി ദാസിന്റെ പ്രതികരണം. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും അവർ അറിയിച്ചു. സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഓൾറെഡി എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. So, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻ്റെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. വാട്ട് എവർ ഐ ഹാവ് ദ എവിഡൻസ്, ഐ ഹാവ് ഗിവൻ ദ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ടു ദ സൈബർ പോലീസ്. ഐ ഹാവ് ഗിവൻ മൈ ഓൾ എവിഡൻസ്. എൻ്റെ എവിഡൻസിൽ ഉദ്ദേശിക്കുന്ന പറയുന്ന കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്താ പറയുക, പോലീസിക്ക് ചോദിക്കുന്ന കാര്യങ്ങളും എന്നെ ചോദിച്ച് പറയുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞ്. ട്രാപ്പല്ല, ഞാൻ CJP പ്രൊട്ടസ്റ്റിൽ പോയി പങ്കെടുത്തത് റിവെഞ്ചാണ് എനിക്ക് മനസ്സിലായി. കിട്ടുന്ന ഒരു പണിയല്ലേ. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർ പറയുന്ന ആൾക്കാരുണ്ടോ, അതിൻ്റെ വേണ്ടി എനിക്ക് ആ വീഡിയോ ഞാൻ മാത്രമല്ല, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കുറേ വീഡിയോസ് കാണും. അതിൻ്റെ വീഡിയോസിൻ്റെ മലയാളം വേർഷനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് എൻ്റെ വായിൽ വരാൻ പറ്റില്ലാത്ത, it shouldn't come from my mouth. I have said sorry also. After it also people are targeting me, again bullying me, and that's I understood that I'm not politician. ഞാൻ പൊളിറ്റീഷ്യൻ അല്ല. എനിക്ക് പൊളിറ്റിക്സിനെ കൂടെ ഞാൻ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പോകുന്ന ഒരേ കാര്യമുള്ളൂ. നമ്മളുടെ അവിടെ മലയാളി കുറേ കുട്ടികളുണ്ടായി. എനിക്ക് അതന്നെയാണ് അവിടെ നമ്മളുടെ സ്റ്റുഡൻസ്. എനിക്ക് വിഷമം തോന്നി ഞാൻ പോയി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ദേശീയ ശ്രദ്ധയിലേക്ക് വന്ന ഒരു വിഷയമാണ് അവരുടെ പ്രസ്താവനയും കേസും നടപടിക്രമങ്ങളും. ഇതിപ്പോൾ എന്താണ് പോലീസിന്റെ നടപടി? ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞ ശേഷമുള്ള ജാൻമണി ദാസിന്റെ പ്രതികരണം എന്തായിരുന്നു? സജിത്ത്, ഡൽഹി ജന്തർ മന്ദറിലെ CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവർ സമരക്കാരെ പിന്തുണച്ചാണ് മോദിക്കെതിരെ മോശമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഇതിനെതിരെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായ നവ്യ ഹരിദാസാണ് കോഴിക്കോട് സൈബർ പോലീസിന് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം FIR ഇടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇന്ന് അവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷമാണ് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്നതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ജാൻമണിക്കെതിരെ BNS 192, 356, 2 കേരള പോലീസ് ആക്ട് എന്നിവ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്ന ഉദ്ദേശത്തോടെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇതാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. എന്തായാലും നേരത്തെ തന്നെ ഈ വിഷയം വിവാദമായതുകൂടി ഖേദപ്രകടനവുമായി അവർ രംഗത്തെത്തിയിരുന്നു. തനിക്ക് മലയാളം നന്നായി അറിയില്ലെന്നും ഭാഷാ പ്രയോഗത്തിൽ വന്ന ഒരു പിഴവാണ് എന്നുമാണ് അവർ പറഞ്ഞത്. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ആ ഒരു നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ഭാഷാ പ്രയോഗത്തിലെ പ്രശ്നങ്ങളാണ് ഇതിലുണ്ടായത്. തൻ്റെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പാടുണ്ടായിരുന്ന ഒരു പരാമർശമല്ല നടത്തിയതെന്നും പറഞ്ഞു. പക്ഷേ അതിനൊക്കെ ഉപരി താൻ CJP പ്രതിഷേധത്തെ പിന്തുണച്ചതുകൊണ്ടാണ് തനിക്കെതിരെ നിരന്തരമായ ഇത്തരത്തിലെ ആക്രമണങ്ങൾ തുടരുന്നെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. സജിത്ത്, ജാൻമണി ദാസിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.